നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയുടെ പേരാണ് തിരുവിഴ മഹാദേവനും അവിടുത്തെ മരുന്നും. ഈ തിരുവിഴ മഹാക്ഷേത്രം മുമ്പ് ചേർത്തല താലൂക്കിൽ മാരാരിക്കുളം വടക്കു പകുതിയിൽ പെരുന്നേർമംഗലം മുറിയിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ കണ്ടെഴുത്ത് കാലത്ത് ചേർത്തല തെക്ക് പകുതിയിലാക്കി സർവേ ചെയ്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയാണിരിക്കുന്നത്. ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം പണ്ട് അറയ്ക്കൽ പണിക്കർ എന്ന് പ്രസിദ്ധനായിരുന്ന ഒരു നായരുടെ കുടുംബം വകയായിരുന്നു. എങ്കിലും ഈ സ്ഥലമെല്ലാം കാട് പിടിച്ചാണ് കിടന്നിരുന്നത്. ആ കാട്ടിനകത്ത് ഒരു കുളവുമുണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ ചുറ്റും ഉള്ളാടന്മാര് എന്ന് വച്ചാൽ വേടന്മാര് എന്നറിയപ്പെടുന്ന ഒരു വക ജാതിക്കാരാണ് താമസിച്ചിരുന്നത്. അവര് ഈ കുളത്തിൽ നിന്ന് ആമകളെ പിടിച്ചുകൊണ്ട് അവയുടെ മാംസമെടുത്ത് വേവിച്ച് തിന്നുക ഒരു പതിവായിരുന്നു. ആമകൾ കാരാമ എന്നും വെള്ളാമ എന്നും രണ്ടു വകയുണ്ടല്ലോ. അവയിൽ ഈ കുളത്തിലുണ്ടായിരുന്നവയെല്ലാം കാരാമയായിരുന്നു. ഈ കാരാമ വെള്ളത്തിനടിയിൽ ചേറ്റിൽ പൂണ്ടാണ് മിക്കപ്പോഴും കിടക്കുക പതിവ്. അതുകൊണ്ട് ഈ ഉള്ളാടന്മാര് മരക്കൊമ്പുകൾ കൊണ്ടോ അലകുകൊണ്ടോ വടി പോലെ ഒരു കോലുണ്ടാക്കി വെള്ളത്തിലിറങ്ങി കുത്തി നടക്കും. ആ കോലിന് അവർ പറയുന്ന പേര് കാരാമക്കോൽ എന്നാണ്. ആ കോൽ കൊണ്ട് കുത്തുമ്പോൾ ആമയുടെ പുറത്തോ മറ്റോ കൊണ്ടാൽ ആമ പൊങ്ങി വരും. അപ്പോൾ അതിനെ പിടിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ആ പതിവനുസരിച്ച് ഒരു ദിവസം ഒരു ഉള്ളാട സ്ത്രീ ആ കുളത്തിലിറങ്ങി കാരാമക്കോൽ കുത്തി നടന്നപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് രക്തം ശക്തിയോടുകൂടി മേൽപോട്ട് കുതിച്ചുയർന്നു. അത് കണ്ട് ആ വേടസ്ത്രീ ഭയപ്പെട്ട് അങ്ങോട്ട് കരയ്ക്ക് കയറി ഓടിച്ചെന്ന് ഈ വിവരം ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായ അറയ്ക്കൽ പണിക്കരോട് പറഞ്ഞു. അത് കേട്ടപാടെ പണിക്കർ ഉടനെ തന്നെ അദ്ദേഹത്തെ പോലെ തന്നെ ദേശത്ത് പ്രധാനന്മാരായ കീഴോങ്ങലെ പണിക്കര്, കാണിച്ചിക്കാട്ടു കുറുപ്പ്, പടാകുളങ്ങരെ പണിക്കര്, ഗണപതിക്കാട്ടു പണിക്കര്, ഐക്കര കൈമൾ, മന്തപ്പാടി കുറുപ്പ്, മുഴുവക്കാട് കുറുപ്പ്, അട്ടക്കുഴിക്കാട്ട് പണിക്കർ മുതലായവരോടും മറ്റുള്ള ജനങ്ങളോടും കൂടി കുളത്തിൻ്റെ സമീപമെത്തി നോക്കിയപ്പോൾ കുളത്തിലെ വെള്ളം മുഴുവനും രക്തമയമായി കണ്ട് എല്ലാവരും അങ്ങട് ഭയാത്ഭുത പരവശന്മാരായി തീർന്നു. പിന്നെ അവരെല്ലാവരും കൂടി ആ കുളത്തിലെ വെള്ളം തേകി വറ്റിക്കാനായി ശ്രമം തുടങ്ങി. അസംഖ്യം ആളുകൾ കൂടി 3 പകലും രാത്രിയും മുഴുവനും ശ്രമിച്ചിട്ടും കുളത്തിലെ വെള്ളം മുഴുവനും വറ്റിക്കാൻ സാധിച്ചില്ല. എങ്കിലും വെള്ളം കുറേ വറ്റിയപ്പോൾ അവിടെ അമ്മിക്കുഴവയുടെ ആകൃതിയിൽ ഒരു ശില കാണുകയും അതിൽ നിന്നാണ് ഈ രക്തം സ്രവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുകയും ചെയ്തു. അങ്ങനെ 4-ാം ദിവസം പ്രഭാതമായപ്പോഴേക്കും എവിടെ നിന്നോ ഒരു യോഗീശ്വരൻ അവിടെ വന്നു ചേർന്നു. ഉടനെ തന്നെ ആ യോഗി ജനങ്ങളോടായി പറഞ്ഞു, ഈ കാണുന്നത് കേവലം ശിലയല്ല, സ്വയംഭൂവായ ശിവലിംഗമാണ്. ഈ കുളത്തിലെ വെള്ളം മുഴുവൻ വറ്റിക്കാനും ഈ ശിവലിംഗത്തിൻ്റെ ചുവട് കാണാനും മനുഷ്യരാൽ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ മണ്ണിട്ട് നികത്തി ക്ഷേത്രം പണിയിച്ച് വേണ്ടതുപോലെ ആചരിക്കുകയും ആദരിക്കുകയും സേവിക്കുകയും ചെയ്താൽ ഈ ദേശത്തിനും ജനങ്ങൾക്കും വേണ്ടുന്ന ശ്രേയസ്സുകളെല്ലാം ഈ പരമശിവൻ ഉണ്ടാക്കിത്തരും. ഈ ഭഗവാന്റെ മാഹാത്മ്യം അപരിമിതമാണെന്ന് അജിരേണ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. പക്ഷേ ഈ രക്തപ്രവാഹം ഞാൻ ഇപ്പം തന്നെ നിർത്തിത്തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭസ്മസഞ്ചിയിൽ നിന്നും സ്വല്പം ഭസ്മമെടുത്ത് ആ ശിവലിംഗത്തിൽ കാരാമക്കോൽ കൊണ്ട് പൊട്ടിയിരുന്ന സ്ഥലത്ത് വച്ച് അമർത്തിയും ഉടനെ തന്നെ രക്തസ്രാവം നിൽക്കുകയും ചെയ്തു. എന്നുവേണ്ട, അതിനുശേഷം ആ യോഗി അപ്പോൾ തന്നെ അങ്ങട് അദൃശ്യനായി തീരുകയും ചെയ്തു.
ആ യോഗി ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും എങ്ങോട്ടാണ് പോയതെന്നും ആർക്കും ഒരു നിശ്ചൂല്യ. എങ്കിലും ജനങ്ങളുടെ ഭയവും സംശയവും പോക്കുന്നതിനായി സാക്ഷാൽ മഹാദേവൻ തന്നെ യോഗിയുടെ വേഷം ധരിച്ച് അവിടെ പ്രത്യക്ഷമായി വന്നതാണെന്ന് എല്ലാവരും അങ്ങോട്ട് തീർച്ചയാക്കിയും അദ്ദേഹം കൽപ്പിച്ചതുപോലെ എല്ലാവരും കൂടി ഉത്സാഹിച്ചും പണം ശേഖരിച്ചും ആ കുളത്തിൽ മണ്ണിട്ട് ശിവലിംഗം കാണാവുന്ന വിധത്തിൽ നികത്തിയും അവിടെ ക്ഷേത്രം പണിയുകയും കലശം മുതലായവയും മറ്റും അങ്ങോട്ട് നടത്തിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും ഇപ്പോഴും വർഷക്കാലങ്ങളിൽ വെള്ളം പൊങ്ങുമ്പോൾ ശിവലിംഗം മൂടിപ്പോകുന്നുണ്ട്. ആ സമയങ്ങളിൽ ശാന്തിക്കാര് കരയ്ക്കിരുന്നു കൊണ്ടാണ് പൂജയും മറ്റും നടത്തുന്നത്. അവിടെ അങ്ങനെ ക്ഷേത്രം പണിയും കലശവും മറ്റും കഴിഞ്ഞതിൻ്റെ ശേഷം ക്ഷേത്രത്തിൽ നിത്യനിദാനം, മാസവിശേഷം, ആണ്ടുവിശേഷം മുതലായവയെല്ലാം വസ്തുക്കളിലെ ആദായം കൊണ്ട് ഭംഗിയായി നടത്തക്കവണ്ണമുള്ള വസ്തുവകകളെല്ലാം ദേശക്കാരെല്ലാവരും കൂടി ദേവസ്വം പേരിൽ തന്നെ സമ്പാദിക്കുകയും ദേവസ്വം കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നടത്തുന്നതിന് വേണ്ടുന്ന ശമ്പളക്കാരെ നിയമിക്കുകയും ചെയ്തു. ഈ പ്രസ്തുത ക്ഷേത്രമിരിക്കുന്ന കുളത്തിൻ്റെ സമീപത്ത് തന്നെ പണ്ട് ഒരു വിഷ്ണു ക്ഷേത്രവും ഒരു യക്ഷിയുടെ അമ്പലവും ഉണ്ടായിരുന്നു. ആ വിഷ്ണു ക്ഷേത്രമായിരുന്നു ആ ദേശത്ത് അന്നത്തെ കാലത്ത് പ്രധാനമായിരുന്നത്. പണ്ട് കാലത്ത് ഈ ദേശത്ത് മുഹമ്മദീയരുടെ ആക്രമണമുണ്ടായപ്പോൾ അവർ ആ വിഷ്ണു ക്ഷേത്രം നശിപ്പിക്കുകയും അവിടെ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹം ഇളക്കിയെടുത്ത് ഒരു കുളത്തിൽ കൊണ്ടുപോയി ഇടുകയുമൊക്കെ ചെയ്തു. എങ്കിലും ആ യക്ഷിയുടെ അമ്പലം അവർ നശിപ്പിക്കുകയോ യക്ഷിയുടെ ബിംബം ഇളക്കുകയോ ചെയ്തില്ല. അത് പൂർവസ്ഥിതിയിൽ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. ആ വിഷ്ണു ക്ഷേത്രത്തിൽ തന്ത്രം കിഴക്കേ മണയത്താട്ട് നമ്പൂരിക്കും മേൽക്കോയ്മ സ്ഥാനം ഒരു ചെറുവള്ളി നമ്പൂരിപ്പാട്ടിലേക്കുമായിരുന്നു. അങ്ങനെ ദേശക്കാർ എല്ലാവരും കൂടി ഈ മഹാദേവ ക്ഷേത്രത്തിലെയും സ്ഥാനങ്ങളൊക്കെ ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് തന്നെ കൊടുത്തു. ആ ചെറുവള്ളി നമ്പൂരിപ്പാട്ടിലെ സാക്ഷാലില്ലം കൊച്ചി രാജ്യത്ത് മുകുന്ദപുരം താലൂക്കിലാണ്. എങ്കിലും മേൽപ്പറഞ്ഞ വിഷ്ണു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് അവർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു നാഴിക തെക്ക് കിഴക്കായി ഒരു ഇല്ലം പണിയിച്ച് ഇവിടെ കുടുംബസഹിതം താമസിച്ചിരുന്നു. ക്ഷേത്രം നശിച്ചു പോയതിൻ്റെ ശേഷമാണ് അവർ ഈ ദിക്കലത്തെ താമസം നിശേഷം ഉപേക്ഷിച്ച് വടക്കോട്ട് പോയത്. അവര് ഇവിടെ താമസിച്ചിരുന്നപ്പോൾ ആ സ്ഥലത്തെ എല്ലാവരും ചെറുവള്ളിമന എന്നും അവിടെ ഇല്ലമില്ലാതായപ്പോൾ ചെറുവള്ളിപ്പറമ്പ് എന്നും പറഞ്ഞിരുന്നു. ഇപ്പോ ആ സ്ഥലത്തെല്ലാം കാടായി പോയതുകൊണ്ട് ചെറുവള്ളിക്കാട് എന്നാണ് ഇപ്പോഴും എല്ലാവരും പറഞ്ഞു വരുന്നത്. അങ്ങനെ ഈ ചെറുവള്ളി നമ്പൂരിപ്പാട് ഈ ദേശത്തെ താമസം മതിയാക്കി പോയിട്ടും കൂടെ കൂടെ ഇവിടെ വരികയും ക്ഷേത്രകാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ദേവസ്വം വക വസ്തുക്കൾക്ക് ആധാരങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു. അവര് ആധാരങ്ങളിൽ ഊരാളരൊത്ത തിരുനീലകണ്ഠര് വകയ്ക്ക് ചെറുവള്ളിയില്ലത്ത് ഇന്നാര് എന്നാണ് പേര് വച്ചിരുന്നത്. അങ്ങനെ പേര് വച്ചുള്ള ആധാരങ്ങൾ 1052 വരെ എഴുതിയിട്ടുള്ളതായി അവിടെ കാണുന്നുണ്ട്. അതിൽ പിന്നെ അങ്ങനെ പേര് വച്ചുള്ള പ്രമാണമൊന്നും അവിടെ കാണുന്നില്ല. അതുകൊണ്ട് അക്കാലം മുതൽക്ക് ആ നമ്പൂരിപ്പാട്ടിലെ വരവ് ഈ ദിക്കിലേക്ക് അധികം ഉണ്ടാകാറില്ലെന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും അതിനുശേഷം ആ ദേശക്കാരെല്ലാവരും കൂടി ഒരു മാനേജരെ നിയമിച്ച് ആ ഉദ്യോഗസ്ഥൻ മുഖാന്തരമാണ് ഇപ്പോൾ ദേവസ്വ കാര്യങ്ങൾ അന്വേഷിച്ച് നടത്തിപ്പോരുന്നത്. ദേവസ്വം ചന്ദ്രത്തിനു സ്വദേശിയായ ചെത്തുവേലി മാരാരുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ നിയമിക്കുകയാണ് മിക്കപ്പോഴും പതിവ്. ക്ഷേത്രത്തിൽ പൂജ കൊട്ട് പാട്ട് മുതലായവ നടത്തുന്നതിനും ആ കുടുംബക്കാർ തന്നെയാണ്. ഇനി ഇവിടത്തെ മരുന്നിനെ കുറിച്ച് പറയാം. ആ മഹാദേവ ക്ഷേത്രമുണ്ടായതിൻ്റെ ശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ പതിവായി ഒരു ഭ്രാന്തൻ വരികയും പോവുകയും തുടങ്ങി. അവൻ
ചിലരെ കുറേശ്ശെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. അവൻ അധികമായി ഉപദ്രവിച്ചിരുന്നത് ക്ഷേത്രത്തിലെ പാത്രം തേപ്പുകാരനായ തലക്കാട്ട് നായരെ ആയിരുന്നു. ഈ തലക്കാട്ട് കുടുംബക്കാര് കേവലം അഗതികളും ഈ പാത്രം തേപ്പിന് കിട്ടുന്ന ആദായം കൊണ്ട് മാത്രം നിത്യവൃത്തി കഴിച്ചു വരുന്നവരുമായിരുന്നു. അങ്ങനെ ആ ഭ്രാന്തന്റെ ഉപദ്രവം സഹിക്കവയ്യാത്ത വിധം കലശലായി തീർന്നപ്പോ ഒരു ദിവസം ആ പാത്രം തേപ്പുകാരൻ നായര് മഹാദേവന്റെ ക്ഷേത്ര നടയിൽ ചെന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, മഹാദേവ, ഈ ഭ്രാന്തന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ആയിരിക്കണു. ഇതിനൊരു സമാധാനം അവിടുന്ന് തന്നെ ഉണ്ടാക്കി തന്ന് എന്നെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അന്ന് രാത്രി ആ നായര് കിടന്നുറങ്ങിയപ്പോ ഒരാള് അയാളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഹേയ്, നീയൊട്ടും വ്യസനിക്കണ്ട. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിനക്ക് നേരിട്ടിരിക്കുന്ന ഉപദ്രവം നീങ്ങും. നാളെ വൈകുന്നേരം ആ ഭ്രാന്തൻ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവനെ പിടിച്ചു കെട്ടി ക്ഷേത്ര സന്നിധിയിൽ ഇടണം. മറ്റൊന്നാ കാലത്ത് നീ അവിടെ അടുത്തുള്ള പുരയിടത്തിൽ, പുരയിടം എന്ന് വെച്ചാൽ പറമ്പ്, ആ പറമ്പിൽ ചെന്ന് നോക്കിയാൽ അവിടെ പച്ച നിറത്തിലുള്ള ഒരുമാതിരി ചെടി കാണും. അത് ഒരു പിടി പറിച്ചുകൊണ്ടുവന്ന് ശാന്തിക്കാരെ ഏൽപ്പിച്ച് അവരെ കൊണ്ട് അത് പാലിൽ ഇടിച്ച് പിഴിഞ്ഞ് അരിപ്പിച്ച് പന്തീരടി പൂജ സമയത്ത് മഹാദേവന്റെ പീഠത്തിന്മേൽ വയ്പ്പിച്ച് പൂജിച്ചു വാങ്ങണം. 3 ചക്രം നടക്ക് വയ്ക്കുകയും ചെയ്തിട്ട് ആ ഭ്രാന്തനെ കൊണ്ട് അത് സേവിപ്പിക്കണം. മരുന്ന് സേവിച്ചാൽ 2 നാഴിക കഴിയുമ്പോൾ ചെറു ചൂടോടുകൂടി നാഴി കാഞ്ഞ വെള്ളവും കൊടുക്കണം. അത് കുടിച്ചു കഴിഞ്ഞാൽ 1 നാഴിക കഴിയുമ്പോൾ അവൻ ഒന്ന് ഛർദ്ദിക്കും. പിന്നെ ഉച്ചപൂജയ്ക്ക് യക്ഷിക്ക് നിവേദിക്കുന്ന പാൽപ്പായസവും കുറച്ച് കൊടുക്കണം. അതും കൂടി ഭക്ഷിച്ച് കഴിയുമ്പോൾ അവൻ്റെ ഉന്മാദം മാറി സ്വസ്ഥചിത്തനായി തീരും. പിന്നെ അവൻ യാതൊരു ഉപദ്രവവും നിനക്ക് എന്നല്ല ആർക്കും ചെയ്യേയില്ല. എന്ന് മാത്രമല്ല, അതിനുശേഷം അവനെ കെട്ടഴിച്ച് വിടുകയും ചെയ്യാം. അതിനുശേഷം അവൻ്റെ ഇഷ്ടം പോലെ അമ്പലത്തിലെ നിവേദ്യച്ചോറോ പായസമോ എന്തു വേണമെങ്കിലും അത് കഴിച്ചോട്ടെ, അത് അവന് കൊടുത്തയച്ചേക്കണം എന്ന് പറഞ്ഞതായി സ്വപ്നം കണ്ടു. ഉടനെ തന്നെ അയാൾ ഉണർന്നു നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടൂല്ല. ഇത് മഹാദേവൻ തന്നെ തൻ്റെ പ്രാർത്ഥനയെ കൈക്കൊണ്ട് ഇപ്രകാരം തൻ്റെ അടുക്കൽ വന്ന് അരുളി ചെയ്തതാണെന്ന് അയാൾ തീർച്ചയാക്കുകയും അപ്രകാരമെല്ലാം ചെയ്യുകയും ആ ഭ്രാന്തന്റെ ചിത്തഭ്രമം മാറി അയാൾ സ്വസ്ഥഹൃദയനായി തീരുകയും ചെയ്തു. അങ്ങനെ ആ പാത്രം തേപ്പുകാരന് നേരിട്ടിരുന്ന ഉപദ്രവം ഒഴിയുകയും ചെയ്തു. ഈ വർത്തമാനം ഏതാനും ദിവസങ്ങൾ കൊണ്ട് അങ്ങട് സർവത്ര പ്രസിദ്ധിയായി തീർന്നപ്പോൾ ഈ മരുന്ന് സേവിക്കുന്നതിനായി പല ദിക്കുകളിൽ നിന്നും പലരും ഇവിടെ വന്നു തുടങ്ങി. ഇവിടെ വന്ന് ഈ മരുന്ന് സേവിച്ചവർക്കെല്ലാം പൂർണ്ണ സുഖം സിദ്ധിക്കുമെന്നുള്ളത് തീർച്ചയായപ്പോൾ സുഖക്കേടുകാരുടെ വരവ് ക്രമേണ അങ്ങോട്ട് വർദ്ധിച്ചു. ഇപ്പോൾ മലയാളികൾ മാത്രമല്ല, പരദേശികളും ഉത്തരേന്ത്യക്കാരും മറ്റുമായി 1000-ലധികം ആളുകൾ മരുന്ന് സേവിക്കാനായി ആണ്ടുതോറും ഇവിടെ വരുന്നുണ്ട്. ആളുകളുടെ വരവ് വർദ്ധിച്ചപ്പോൾ ദേവസ്വക്കാര് നടയ്ക്ക് വയ്പ് മുതലായവയുടെ സംഖ്യയും വർദ്ധിപ്പിച്ചു. നടയ്ക്ക് വയ്പ് 3 ചക്രമായിരുന്നത് പിന്നീട് 14.5 പണമാക്കി. പിന്നീട് അത് കൂടി വന്ന് ഇപ്പോൾ എത്രയാന്ന് വലിയ നിശ്ചയമില്ല. യക്ഷിക്കും മറ്റും വഴിപാടിനുള്ള പണം ഇത് കൂടാണ്ട് വേറെയും കൊടുക്കണം. അവയെല്ലാം കൊടുത്ത് ദേവസ്വത്തിൽ നിന്ന് രസീത് വാങ്ങിയതിൻ്റെ ശേഷമേ മരുന്ന് കൊടുക്കുള്ളൂ. എങ്കിലും ആളുകളുടെ വരവ് ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഒട്ടും കുറയുന്നില്ല. ഈ മരുന്ന് സേവിക്കുന്നതിനായി ഇവിടെ സകല ജാതി മതസ്ഥരും വരുന്നുണ്ട്. എല്ലാവർക്കും സുഖം സിദ്ധിക്കുന്നുണ്ട്. വലിയ മുഴുഭ്രാന്തന്മാരെ കൈക്കും കാലിനും ചങ്ങലയിട്ട് പൂട്ടിക്കെട്ടി ഇവിടെ കൊണ്ടുവന്ന് യഥാവിധി ഈ മരുന്ന് സേവിപ്പിച്ചിട്ട് അവർ സ്വസ്ഥചിത്തന്മാരായി പൂർണ്ണ സുഖത്തോടുകൂടി മടങ്ങിപ്പോകുന്നത് ഇവിടെ ഒട്ടും അസാധാരണമല്ല.
ഒരിക്കൽ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു കൊച്ചുതമ്പുരാൻ തിരുമനസ്സുകൊണ്ട് കൊല്ലവർഷം 1068 ഇവിടെ എഴുന്നള്ളി ഈ മരുന്ന് സേവിച്ചതായി ദേവസ്വം വക കണക്കുകൊണ്ടും മറ്റും കാണുന്നുണ്ട്. ഈ മരുന്ന് സേവിച്ചാൽ കൈവിഷം നിമിത്തമുണ്ടാകുന്ന ഭ്രാന്തും മറ്റും മാത്രമല്ല, കുഷ്ഠം, മഹോദരം, അർശസ് മുതലായ മഹാരോഗങ്ങളും ഭേദമാകണ്ട്. കൈവിഷം നിമിത്തം കഷ്ടപ്പെടുന്നവർ ഇവിടെ വന്ന് ഈ മരുന്ന് സേവിച്ചാൽ അവർ ഛർദ്ദിക്കുന്നതിൽ പരിശോധിച്ചു നോക്കിയാൽ ജപിച്ചു കൊടുത്ത സാധനത്തിൻ്റെ അംശം അതിൽ കാണാം. അപ്പമോ പഴമോ എന്തായാലും എത്ര കാലം കഴിഞ്ഞാലും അത് മുഴുവനും അങ്ങോട്ട് ദഹിച്ചു പോവില്ല. ഇനി ജപബാധയുടെയും മറ്റും ഉപദ്രവമുള്ളവർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇവിടെ വന്ന് ഈ മരുന്ന് സേവിച്ചാൽ ഉച്ചപൂജ സമയത്ത് മഹാദേവന്റെ നടയിലോ രാത്രിയിൽ പതിവുള്ള കുരുതി സമയത്തോ യക്ഷിയുടെ നടയിലോ നിൽക്കുമ്പോൾ തുള്ളി സത്യം ചെയ്ത് ഒഴിഞ്ഞു പോവുക ഒരു സാധാരണമാണ്. ഇവിടെ വന്നാൽ ഒഴിയാത്ത ബാധ ഒന്നുമില്ലെന്നാ പറയണേ. അതുമാത്രല്ല, ഇവിടെ ഇരിക്കുന്ന യക്ഷി അത്യുഗ്രമൂർത്തിയാണ്. ആ യക്ഷിയുടെ ആനുകൂല്യം കൊണ്ടുകൂടിയാണ് ജനങ്ങൾ ഇവിടെ വന്ന് മരുന്ന് സേവിച്ചാൽ അതിന് പൂർണ്ണഫലം സിദ്ധിക്കുന്നതെന്നാ പറയണേ. ഈ തിരുവിഴ ക്ഷേത്രത്തിലെ നിത്യനിദാനം മുതലായവയ്ക്ക് വേണ്ടുന്ന വസ്തുവകകൾ ക്ഷേത്രമുണ്ടായ കാലത്ത് തന്നെ ദേശക്കാർ ദേവസ്വം പേരിൽ സമ്പാദിച്ചുവെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ മരുന്ന് സേവിക്കുന്നതിനായി ജനങ്ങളുടെ വരവും നടക്കവയ്പും മുതലായതും വർദ്ധിച്ചപ്പോൾ ആ ദേവസ്വത്തിലെ മുതലും വളരെ അങ്ങോട്ട് വർദ്ധിച്ചു. അതിന് പുറമെ ആ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യമറിഞ്ഞ് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് മുതൽ തിരുവിതാംകൂർ സർക്കാരിൽ നിന്ന് ഒരു സംഖ്യ ആണ്ടുതോറും ആ ദേവസ്വത്തിലേക്ക് കൊടുത്തു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വത്തിൽ ഇങ്ങനെ മുതൽ ധാരാളമായി അങ്ങോട്ട് വർദ്ധിച്ചപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായ ദേശക്കാർ ക്ഷേത്രത്തിലെ പതിവുകളെല്ലാം പരിഷ്കരിച്ച് അതൊരു മഹാക്ഷേത്രത്തിൻ്റെ സ്ഥിതിയിലാക്കി. അവിടെ ഇപ്പോൾ പതിവായി ദിവസം തോറും 5 പൂജയും 3 ശിവേലിയും നവകം പഞ്ചഗവ്യം മുതലായവയും ആണ്ടുതോറും മീനമാസത്തിൽ ചതയം കൊടിയേറ്റും തിരുവാതിര ആറാട്ടുമായി ഒരു ഉത്സവവും നടത്തിപ്പോരുന്നുണ്ട്. ആദ്യം അവിടെ ശീവേലിക്കും മറ്റും പഞ്ചവാദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ പാണ്ഡിവാദ്യവും നാഗസ്വരവും കൂടി ഏർപ്പെടുത്തി. അവയെല്ലാം ഇപ്പോഴും അവിടെ പതിവായി നടക്കണ്ട്. അവിടെ ഉത്സവം തുടങ്ങിയ കാലത്ത് കൊടിയേറ്റും ആറാട്ടും മാത്രം ദേവസ്വത്തിൽ നിന്നും ശേഷം 8 അഹസ്സുകൾ അറയ്ക്കൽ പണിക്കർ മുതലായ പ്രധാനന്മാരും നടത്തുകയെന്നാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 1062 ആണ്ടിൽ അറയ്ക്കൽ പണിക്കരും അതുകൂടാണ്ട് ഈ അടുത്ത കാലത്ത് കീഴോങ്ങല പണിക്കരും അന്യം നിന്ന് പോയതുകൊണ്ട് അവർ നടത്തി വന്നിരുന്ന അഹസ്സുകൾ കൂടി ഇപ്പോൾ ദേവസ്വത്തിൽ നിന്നാണ് നടത്തിപ്പോരുന്നത്. അതുകൂടാതെ കാണിച്ചിക്കാട്ട് കുറുപ്പ് നടത്തി വന്നിരുന്ന അഹസ് അവർ വീഴ്ച വരുത്തിയതുകൊണ്ട് അതിപ്പോൾ ഏറ്റ് നടത്തി വരുന്നത് പെരുന്നേർമംഗലം വടക്കും ഭാഗം നായർ കരയോഗക്കാരാണ്. 6-ാം ദിവസത്തെ ഉത്സവമായ ഭരണി നാളത്തെ ആ അഹസ് ആ കരയോഗക്കാർ വളരെ ഭംഗിയായിട്ടാണ് ഇപ്പോഴും നടത്തിപ്പോരുന്നത്. ഇവിടെ വരുന്ന രോഗികൾക്കും മറ്റും കൊടുത്തുവരുന്ന മരുന്ന് ഈ പ്രദേശത്തല്ലാതെ മറ്റെങ്ങും ഉണ്ടാകുന്നില്ല. ഈ മരുന്നിൻ്റെ പേരറിയുന്നവർ ഈ പ്രദേശത്ത് തന്നെ ആരുമില്ല. ഇത് പറിച്ച് കാണിച്ച് പേര് ചോദിച്ചാലും തിരുവിഴായില മരുന്ന് അല്ലെങ്കിൽ തിരുവിഴായിലപ്പൻ്റെ മരുന്ന് എന്നും മറ്റുമല്ലാതെ ആരും പറയാറില്ല. ഈ മരുന്നിന് അനന്യസാധാരണമായ ഒരു വിശേഷമുണ്ട്. അതെന്താന്ന് വച്ചാൽ പച്ച നിറമായിട്ടുള്ള ആ മരുന്ന് പറിച്ചെടുത്താൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ നിറം നീല നിറമാകും. പിന്നെ സ്വല്പസമയം കൂടി കഴിയുമ്പോൾ അത് കടും ചുവപ്പാകും. പിന്നെ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നല്ല കറുപ്പാകും. പിന്നെ മഞ്ഞയാകും. ഒടുക്കം നല്ല വെള്ളയുമാകും. ഈ വിശേഷം മറ്റെങ്ങും
മറ്റൊരു മരുന്നിനും ഇല്ലല്ലോ. ഈ മരുന്ന് പാലിൽ ഇടിച്ച് പിഴിഞ്ഞരിക്കുന്നത് ശാന്തിക്കാരൻ തന്നെ വേണം. എങ്കിലും അത് പറിച്ചുകൊണ്ട് ചെന്ന് ശാന്തിക്കാരനെ ഏൽപ്പിക്കുന്നതിനുള്ള ചുമതല ഇപ്പോഴും ആ പാത്രം തേപ്പുകാരായ തലക്കാട്ട് കുടുംബക്കാർക്ക് തന്നെയാണ്. ഇവിടെ പണ്ടൊരു വിഷ്ണു ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും അത് ഇടക്കാലത്ത് മുഹമ്മദീയര് നശിപ്പിച്ച് കളഞ്ഞുവെന്നും ആ വിഷ്ണു വിഗ്രഹം അവർ എടുത്തുകൊണ്ടുപോയി കുളത്തിലിട്ട് കളഞ്ഞുവെന്നും ഞാൻ മുമ്പ് എൻ്റെ കഥാപ്രേമികളോട് പറഞ്ഞുവല്ലോ. ആ ബിംബം അവർ എവിടെയാണ് കളഞ്ഞതെന്ന് ആർക്കും അങ്ങോട്ട് നിശ്ചയമില്ലായിരുന്നു. ആ വിഗ്രഹം ക്ഷേത്രത്തിൻ്റെ ഈശാന കോണിലുള്ള കുളത്തിൽ കിടക്കുന്നുണ്ടെന്ന് അടുത്ത കാലത്ത് ഒരു അറിവ് കിട്ടിയതുകൊണ്ട് ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ച് ഭൂമിക്കടിയിൽ നിന്ന് ആ ബിംബം പുറത്തെടുത്ത് പ്രതിഷ്ഠ നടത്തിക്കണമെന്ന് നിശ്ചയിച്ച് ദേശക്കാരെല്ലാവരും കൂടി ക്ഷേത്രം ഈയിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും പ്രതിഷ്ഠ നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആ വിഷ്ണു പ്രതിഷ്ഠ കൂടി നടത്തിച്ചാൽ ആ ദേശത്തിന് സ്വല്പം കൂടി ഐശ്വര്യം വർദ്ധിക്കുമെന്നുള്ളതിന് ഒരു സംശയമില്ല. എന്തായാലും ശ്രീ വിഷ്ണു ഭഗവാൻ അതിനും അവർക്ക് സംഗതി നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ചേർത്തലയ്ക്കടുത്തുള്ള തിരുവിഴ മഹാദേവനെയും അവിടുത്തെ മരുന്നിനെക്കുറിച്ചുമുള്ള ഈ ഒരു ചെറിയ കഥ ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.